ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാസൻ വ്ളോഗ്സ്. ദിസ് ഇസ് സുമേഷ് ഉദയൻ. സോ നമ്മൾ കുറേ നാളായി വ്ളോഗായിട്ട് വന്നിട്ട് ഇന്ന് നമുക്ക് പെട്ടെന്ന് വിഷ്ണു ചേട്ടൻ്റെ വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പെട്ടെന്നാണ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. സോ അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയായി. ഭയങ്കര ചൂടൊക്കെയാണ്. സോ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. എനിക്ക് വിഷ്ണു ചേട്ടൻ ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. നമുക്ക് ശാസ്താംകോട്ടയിൽ നിന്നാണ് ട്രെയിൻ. സോ അപ്പോൾ നമുക്ക് വേഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. ഓക്കെ. ഹലോ. സോ നമ്മളപ്പോൾ ശാസ്താം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവിടെ വെച്ചു. നമ്മൾ പോകാൻ പോകുന്ന പരവൂരാണ്. ആസൈസ് വിഷ്ണു ചേട്ടൻ്റെ വീട്ടിൽ. എൻ്റെ വ്ലോഗ് കാണുന്നവർക്കായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ആവശ്യത്തിന് പോകണമായിരുന്നു. സോ അപ്പോൾ അതൊരു ഗ്രൂപ്പ് ട്രിപ്പ് ആക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ദിലു ആൻഡ് സന്തു വിൽ ജോയിൻ അസ്. റെയിൽവേ സ്റ്റേഷനോട് പോയി ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ക്യൂ നിൽക്കാൻ. ഓക്കെ. സോ ബാക്കി വിശേഷങ്ങൾ വ്ലോഗിൽ പറയാം. സോ വി റീച്ച്ഡ് പരവൂർ. നല്ല തിരക്കായിരുന്നു. തന്നെയാണ് ട്രെയിനിലെ വീഡിയോസ് എടുക്കാത്ത. സന്ദീപ് ഈസ് ഹിയർ. നമ്മൾ ദിലുവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നുണ്ട്. ഇൻ്റർസിറ്റി ഡിലേ ആണ്. അതൊക്കെ കുരുക്കുര ചൂടിൻ്റെ. സോ എന്താ പറയുക, പെട്ടെന്നുള്ളൊരു പ്ലാൻ. ഉച്ചയ്ക്കാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു എന്താ പറയുക, എമർജൻസി എന്ന് പറയാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു. സോ അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അപ്പം ഞാൻ എല്ലാവരെയും കൂടെ വിളിച്ചു. സോ ഒരു ഗ്രൂപ്പ് ടൂർ ആവട്ടെ എന്ന് വിചാരിച്ചു. നത്തിങ് സ്പെഷ്യലൊന്നുമില്ല. ദർ ഇസ് നോ സ്പെഷ്യൽ പ്ലാൻ. വണ്ടി വെച്ചു, ടിക്കറ്റ് എടുത്ത് പോരുന്നു. സോ ടിക്കറ്റ് റെയിൽ 1 ആണ് എടുത്തത്. ക്യൂ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട്. ആൻഡ് ട്രെയിൻ അപ്പം തന്നെ വന്നു. ട്രെയിൻ ഓൺ ടൈം ആയിരുന്നു. എനിക്കത് ഡിലേ ആയിരിക്കും, ബട്ട് ട്രെയിൻ ഓൺ ടൈം ആയിരുന്നു. ആൻഡ് വെയിറ്റ് ചെയ്യുന്നു. നമുക്കിനി ഇവിടുന്ന് ബസ്സിൽ വേണം പോകാൻ. 3 പേരെയും കൂടെ വിഷ്ണുവിനൊന്നും വിളിക്കാൻ പറ്റില്ല. സോ വി ആർ വെയിറ്റിംഗ് അറ്റ് റെയിൽവേ സ്റ്റേഷൻ. നല്ല വിശക്കുന്നുണ്ട്. വെള്ളം കുടിക്കണം. ഇതിൽ വന്നിട്ട് പോവാല്ലേ. അതെ, ഓക്കെ. ഹായ് ദിലു. സോ നമ്മൾ ബസ്സിലാണ്. ബസ്സിലാണ്. നമുക്ക് ബസ് കയറി അവിടെ ഇറങ്ങി നല്ല വൈബുണ്ട്. ഫൈനലി വി റീച്ച്ഡ് വിഷ്ണു ചേട്ടൻ ഹോം. ഇവിടെ നല്ല തണുത്ത കാറ്റുണ്ട്. നമ്മൾ വന്നപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര തണുത്ത കാറ്റുണ്ട്. എവിടെയോ മഴ പെയ്യുന്നുണ്ട്. ഭയങ്കര ചൂടായിരുന്നു. നമ്മുടെ അവിടെയൊക്കെ ഭയങ്കര ചൂടാണ്, ശാസ്താംകോട്ട സൈഡൊക്കെ. ബട്ട് ഇവിടെ വന്ന് ഭയങ്കര തണുത്ത കാറ്റ്. അത് ഭയങ്കര ഒരു മിസ്റ്റി വിൻഡ് ആൻഡ് ഭയങ്കര ഒരു കുളിർന്ന കാലാവസ്ഥ. എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമുണ്ട്. കാണാൻ പറ്റുന്നോണ്ടെന്ന് അറിയാൻ പാടില്ല. അവിടെ ഒരു ബെല്ലുണ്ട്. ബെല്ല് ഇൻ ദ സെൻസ് ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ കിളികൾ ശബ്ദം കേൾക്കില്ലേ, ആ സാധനം. ഇതിൽ വെറുതെ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ശബ്ദം കേൾക്കും. ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ഫീൽ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കേൾക്കണം. ഞാനൊരു തവണ ഇങ്ങനെ വന്നപ്പോൾ അത് കേട്ടപ്പോൾ ഞാനൊന്ന് ഐ വാസ് സ്കേർഡ്. പിന്നെയാണ് മനസ്സിലായി സാധനമാണ്. ഈ വീട്ടിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനങ്ങളുണ്ട്. ഇവിടെ ഫുൾ ചെടികളാണ് കണ്ട. ഫുൾ ചെടീസാണ്. എവിടെയൊക്കെ ഒരു ബൊഗെയിൻവില്ല ഉണ്ട് അവിടെ. എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഫുൾ ആൻഡ് ഫുൾ ചെടി ഒക്കെയാണ്. റിയലി ലൈക്ക് ദിസ് ഗാർഡനിങ് പരിപാടിയൊക്കെ. ഓക്കെ, അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കണം. അവർ കുളിക്കാൻ പോയി. ഞാൻ ഓൾറെഡി കുളിച്ചിട്ടാണ് വന്നത്. അപ്പം ശേഷം കാര്യങ്ങൾ ഞാൻ പറയുന്നത് കുഞ്ഞു വ്ളോഗാണ്. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്താണ് വ്ളോഗ് ഇടാത്തത് എന്നൊക്കെ. സോ കുറച്ച് ബിസി അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കുറേ ലേസിയാണ് ഞാൻ. കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടിട്ട് ഞാൻ എഡിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അപ്ലോഡ് ചെയ്തിട്ടില്ല. സോ അത് ഞാൻ ബാക്ക് ടു ബാക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ എല്ലാ വീഡിയോസിലും ഇത് പറയാറുണ്ട്. ബട്ട് ഐ ആം ജസ്റ്റ് അഷ്വറിങ് ഇനി എന്നിട്ട് അങ്ങോട്ട് 2 വീക്സ് കൂടുമ്പോഴെങ്കിലും ഞാനൊരു വ്ളോഗ് ഇടാൻ ഞാൻ ശ്രമിക്കാം. മാക്സിമം എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. കുറേ ആൾക്കാർ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അധികമൊന്നുമില്ല, 10-100 പേരേ ഉള്ളൂ. അവരൊക്കെ ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ പറയാറുണ്ട് ആൻഡ് ദർ എക്സ്പെക്റ്റിംഗ് വീഡിയോ സംതിങ് എന്തെങ്കിലുമൊക്കെ. ഞാൻ പിന്നെ ഒരു കണ്ടൻറ്റ് എവിടെ ഞാൻ പോകുന്നില്ല. കുറേ നാൾ എവിടെയൊക്കെ പോകുമ്പോഴും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യായിരിക്കും. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയായിരിക്കും. എനിക്ക് 2 ഫോണില്ല, ഒറ്റ ഫോണേ ഉള്ളൂ. അപ്പം ഇതെല്ലാം കൂടെ ഒരു ഫോണിൽ നടക്കത്തില്ല. പിന്നെ വേറെ ആൾക്ക് വീഡിയോ എടുക്കാൻ ഫോൺ കൊടുത്താലും ഞാൻ എടുക്കുന്ന പോലെ എനിക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഫോൺ ഹാങ് ആയിരിക്കും. ചില സമയത്തൊക്കെ അങ്ങനെയുണ്ട്. കുറേ പ്രവർത്തികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു 4 to 5 years ആയി എൻ്റെ ഫോൺ. അപ്പോൾ ചില സമയത്ത് അത് ഹാങ് ആവും. ഹാങ് ഇൻ ദ സെൻസ് വീഡിയോ എനിക്ക് ഭയങ്കര ഇതായിട്ട് ഫീൽ ചെയ്യും.
സോ നമ്മുടെ കാർ ഇവിടെ ഉണ്ട്. ഹോപ്പ് എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ തക്കുടു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. സോ തക്കുടു ഈസ് ഹിയർ. അപ്പം നമുക്ക് പുറത്ത് പോകാം. സോ ആദ്യം ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായിട്ട് ജസ്റ്റ് കാര്യം കഴിക്കുന്നത്. അതാണ് എൻ്റെ ഫ്രഷപ്പ്. ഫുഡ് കഴിക്കണം. സോ ശേഷം കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ എവ്രി വൺ ദോസ് ഹു എക്സ്പെക്ടിങ് മൈ വീഡിയോസ്. താങ്ക് യു. ഓക്കെ. ചപ്പാത്തി ഉണ്ട്, ഉള്ളിക്കുണ്ട്, മുട്ട തീർന്നു പോയി. ഇതാണ് ഞങ്ങളെല്ലാം ഫിനിഷ് ചെയ്തു. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഹായ് വിഷ്ണു ചേട്ടാ. ഹായ്. കട്ടൻ ചായ ഗ്ലാസ്, കട്ടൻ കാപ്പി. കട്ടൻ ചായ മറ്റേതല്ലേ, തേയില വെള്ളമാണ്. സുലൈമാനി കഴിഞ്ഞോ? ഇല്ല. നമ്മളിരിക്കുന്ന ക്ലിപ്പിലാണ്. നമ്മളിത് മുമ്പിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ കുത്തനുള്ളൊരു സ്റ്റെപ്പാണ്. നമ്മൾ സൂക്ഷിച്ചാണ്. സ്പീക്കറാണ്, റാമ്പ് പോലുള്ള സംഭവമാണ്. അതെ. സോ സമയം 2:30. നമ്മളിപ്പോഴാണ് ഇവിടുന്ന് പോകുന്നത്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ബൈ.